ദൈവം ഓരോരുത്തർക്കും വീതം വെച്ച് വിളമ്പിക്കൊടുത്തത് അവൻ്റെ മക്കളിലൂടെയും തലമുറകളിലൂടെയും ഒക്കെ ലഭിച്ചതിൻ്റെ അളവിൽ വ്യത്യാസമുണ്ട്. നിനക്കൊരു പക്ഷേ 5 ഏക്കർ കാണും, നിനക്കൊരു പക്ഷേ 3 ഏക്കർ കാണും, മറ്റൊരു 5 സെന്റേ കാണുകയുള്ളൂ. കൊടുക്കുമ്പോൾ നീ അറിഞ്ഞു കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്ന മനസ്സും കരങ്ങളും നിനക്കുണ്ടെങ്കിൽ അതിനെയാണ് പൂജരാജാക്കന്മാരുടെ കാഴ്ചകൾ പോലെ നൈവേദ്യമായ കാഴ്ച അർപ്പണമാകുക. ഈശോ അതിനു വേണ്ടിയാണ് പുൽക്കൂട്ടിൽ ജനിച്ചത്. നിന്നെ കൊണ്ട് കൊടുപ്പിക്കാൻ, നീ കൊടുക്കാൻ ബാധ്യസ്ഥനാണെന്ന്, നീ കൊടുക്കാതെ മാറ്റിവെക്കാൻ പാടില്ലെന്ന് നിന്നെ പഠിപ്പിക്കാൻ ഇതിൽ പരം മറ്റൊരു പാഠമില്ല. അതുകൊണ്ട് ഈശോ പുൽക്കൂട്ടിൽ തന്നെ വന്ന് ജനിച്ച് നിന്നെ ഈ പാഠം പഠിപ്പിക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. ക്രിസ്മസിന്റെ എല്ലാ ആശംസകളും ഏവരെയും അറിയിക്കുന്നു. കർത്താവിന്റെ പരിശുദ്ധമായ ഈ പെരുന്നാൾ ദിവസം അത്യധികം സന്തോഷത്തോടും ആനന്ദത്തോടും കൂടിയാണ് ലോകം ഇന്ന് കർത്താവിൻ്റെ ഈ സുദിനം ആഘോഷിക്കുന്നത്. 2-3 കാര്യങ്ങൾ സഭ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ഒന്ന്, കർത്താവ് യേശു മിശിഹായുടെ ജനനം കാണുവാൻ ഭാഗ്യം ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട 2 കൂട്ടരാണ്. ഒന്ന് ആട്ടിടയന്മാരും, 2 ജ്ഞാനികളായ പൂജരാജാക്കന്മാരും. ആട്ടിടയന്മാർക്ക് ലഭിച്ച സൗഭാഗ്യം ഏറെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സാധാരണക്കാരായി ജീവിച്ചിരിക്കുന്ന ആട്ടിടയന്മാരുടെ സമൂഹത്തിന് കർത്താവ് യേശു മിശിഹ ജനിച്ചിരിക്കുന്നു, രക്ഷകൻ ജനിച്ചിരിക്കുന്നു എന്നുള്ള സദ്വാർത്ത ദൂതൻ വഴി ലഭിച്ചപ്പോൾ അവർ അത്യധികം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് സന്തോഷത്തോടെ അവിടുത്തെ പ്രഘോഷിച്ചുകൊണ്ട് യൂദയായിലെ ബേത്ലഹേമിലേക്ക് അവർ യാത്രയാകുന്നുണ്ട്. രക്ഷകനെ കാണാനുള്ള അതീവ സന്തോഷത്തോടെ പോകും വഴി എല്ലാവർക്കും ഈ ഒരു രഹസ്യം പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് അവർ യാത്രയാവുന്നത്. രക്ഷകൻ ജനിച്ചിരിക്കുന്നു, ലോകത്തിൻ്റെ സമാധാനമായവൻ ജനിച്ചിരിക്കുന്നു, ഞങ്ങൾ അവനെ കാണാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ടാണ് ആട്ടിടയന്മാരെല്ലാവരും കൂടി ആ യൂദയായിലെ ബേത്ലഹേമിലേക്ക് പോവുക. അതിന് നാന്ദിയായിരുന്നു നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് കരോൾ സർവീസ് എന്ന പേരിൽ. ഇടയന്മാർ യേശു ജനിച്ചു എന്ന് പ്രഘോഷിച്ചുകൊണ്ട് ലോകത്തിൻ്റെ നാനാമതസ്ഥരായ എല്ലാ ജനങ്ങളോടും പ്രഘോഷിക്കുന്ന സന്ദർഭമായിരുന്നു അത്. അതുതന്നെയാണ് നാം ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ 5 ദിവസമായിട്ട് നമ്മൾ കർത്താവ് യേശു മിശിഹ ജനിച്ചു, രക്ഷകൻ ജനിച്ചു എന്ന് ഈ ദേശത്ത് എല്ലാ ജാതി മതസ്ഥരുടെയും ഇടയിൽ പ്രഘോഷിക്കുകയും നമ്മുടെ ഭവനങ്ങളിൽ അപ്രകാരം അനുഗ്രഹമാകണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടാണ് നമ്മൾ കരോൾ സർവീസ് നടത്തിയത്. ഇടയന്മാർ ചെയ്ത അതേ പ്രാർത്ഥന, അതേ സ്തുതിപ്പുകൾ, അതേ യോഗ്യതയോടെ ആയിരിക്കണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് നമ്മൾ ചെയ്തത്. അത് വലിയൊരു ആനന്ദമായിരുന്നു. എല്ലാ മതസ്ഥരും, ഹൈന്ദവനോ ഇസ്ലാം മതമോ ഏതുമായിക്കോട്ടെ, എല്ലാവർക്കും അതൊരു സന്തോഷമായിരുന്നു, ആനന്ദമായിരുന്നു. കാരണം ലോകരക്ഷകനായി യേശു മിശിഹ ജനിച്ചു എന്ന സത്യം നാം പ്രഘോഷിച്ചു, ഉറക്കെ പ്രഘോഷിച്ചു. അതുകൊണ്ടാണ് കരോൾ നമ്മൾ നടത്തണം, കരോൾ സർവീസ് നിർത്തരുത് എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാര്യം ഇതാണ്. കർത്താവ് യേശു മിശിഹ ജനിച്ചു എന്ന് എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരോട് ഉറക്കെ പറയാൻ, ആരുടെയും അനുവാദം കൂടാതെ വിളിച്ചു പറയാനുള്ള ഏക അവസരമാണ് ഈ ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള കരോൾ സർവീസ്. പ്രായഭേദമന്യേ നാം ഭംഗിയായി നിർവഹിച്ചു എന്ന് നാം കരുതുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, കർത്താവ് യേശു മിശിഹ ജനിച്ചത് പുൽക്കൂട്ടിലാണ്. എല്ലാ ഭവനങ്ങളിലും ദേവാലയങ്ങളിലും നഗരപ്രദേശങ്ങളിലും ഒക്കെ പുൽക്കൂട് മനോഹരമായി ക്രമീകരിച്ചിട്ടുണ്ട്. നാമും മനോഹരമായി നമുക്കാവുന്നത് പോലെ ക്രമീകരിച്ചിട്ടുണ്ട്. നാം എല്ലാം ഉറ്റുനോക്കുന്നത് മനോഹരമായി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ പുൽക്കൂട്ടിലേക്കാണ്. അങ്ങനെയെങ്കിൽ ഈ പുൽക്കൂട്ടിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ നമ്മളുടെ കണ്ണുകൾ ചെന്ന് പതിക്കേണ്ടത്, നമ്മുടെ കാതുകൾ ശ്രവിക്കാൻ ആഗ്രഹിക്കേണ്ടത് എന്താണെന്ന് അവിടെ വ്യക്തമായി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഈ 25 നോമ്പിൻ്റെ തുടക്കം മുതൽ 1-ാം തീയതി മുതൽ നാം പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും വർജനയുടെയും ഒക്കെ പുണ്യ വഴികൾ തിരഞ്ഞെടുത്തുകൊണ്ടാണ്
ഈ നോമ്പിൽ നമ്മൾ ഈശോയുടെ ജന്മപ്പെരുന്നാളിന് വേണ്ടി ഒരുങ്ങിയത്. അങ്ങനെ ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് ഇടയന്മാർക്ക്, ആട്ടിടയന്മാർക്ക് ദൂതൻ വഴി വാനവൃന്ദങ്ങളുടെ സ്വകീയ ആനന്ദത്തിൻ്റെ ഗീതം കേൾക്കുവാൻ ഇടയന്മാർക്ക് ഭാഗ്യം ലഭിച്ചതുപോലെ നോമ്പ് നോറ്റ് പ്രാർത്ഥിച്ച് ഉപവസിച്ച് വർജന നടത്തി നിങ്ങൾ ആരെങ്കിലുമൊക്കെ അപ്രകാരം ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഇടയന്മാർക്ക് ലഭിച്ച അതേ സൗഭാഗ്യം ദൈവത്തിൻ്റെ സ്തുതി കീർത്തനങ്ങൾ കേൾക്കാൻ, ദൂതന്മാരുടെ സ്തുതിപ്പുകൾ കേൾക്കാനുള്ള ഭാഗ്യം ലഭിക്കും എന്നുള്ളതാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സമാധാനം, മനുഷ്യർക്ക് നല്ല ശരണം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സമാധാനം, മനുഷ്യർക്ക് നല്ല ശരണം. ഇത് കേൾക്കുവാനുള്ള ഭാഗ്യം ഇടയന്മാർക്ക് ലഭിച്ചുവെങ്കിൽ ഈ പുണ്യത്തിൻ്റെ വഴിയിലൂടെ അവർ യാത്ര ചെയ്തു, തീർത്ഥാടനം നടത്തി എന്നുള്ളത് കൊണ്ടാണ് ഈശോയെ അവർ കണ്ടെത്തിയത്. അങ്ങനെയെങ്കിൽ നാമും നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള നോമ്പിൻ്റെയും പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും വഴിയിലൂടെയുള്ള തീർത്ഥാടനത്തിൽ നാം അവസാനം ഈ പുൽക്കൂടിനോട് എടുക്കുമ്പോൾ നമ്മൾ ഈശോയെ കണ്ടെത്തും. ഈശോയെ കണ്ടെത്തണം. അത് ദൈവസ്തുതിപ്പുകളോടെ, ആ ഹൃദയത്തിൻ്റെ സന്തോഷത്തോടെ, ജീവിതത്തിൻ്റെ ആനന്ദത്തോടെ, പരിശുദ്ധമായ അഭിഷേകത്തിൻ്റെ അനുഭവത്തിലൂടെ നമുക്കത് സാധിക്കുമെന്ന് നമ്മെ ഇന്ന് ബോധ്യപ്പെടുത്തുകയാണ്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ, ഈ ക്രിസ്തുമസിൻ്റെ ഏറ്റവും വലിയ സന്ദേശം പുൽക്കൂട്ടിലേക്ക് നോക്കുന്ന നമ്മുടെ കണ്ണുകളിൽ അത് പതിക്കണമെന്നുള്ളത്. പുൽക്കൂട്ടിൽ ജനിച്ച ഈശോ പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞ് അവിടെ കിടക്കുന്നത് കാണും. സത്രത്തിൽ സ്ഥലം ലഭിക്കാതെയാകിയാൽ അവന് പുൽത്തൊഴുത്തിൽ കാലികളുടെ കൂട്ടിൽ അവന് ഇടം കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ക്രിസ്തുമസിൽ നമ്മെ ചിന്തിപ്പിക്കേണ്ടത് മറ്റൊരു വഴിയിലൂടെയാകണം. ഈശോയ്ക്ക് കിടക്കാൻ ഇടം അവകാശപൂർവ്വം ലഭിക്കേണ്ടതായിരുന്നെങ്കിലും അതൊന്നും ലഭിക്കാതെ അർഹത ഒട്ടും ലഭിക്കാത്തവനെ പോലെ, തഴയപ്പെട്ടവനെ പോലെ, പുറന്തള്ളപ്പെട്ടവനെ പോലെ, അവഗണിക്കപ്പെട്ടവനെ പോലെ കാണപ്പെട്ടു എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു രഹസ്യത്തിൻ്റെ പ്രാധാന്യം. പുൽത്തൊഴുത്തിൽ കാലികൾ മേഞ്ഞ, പുൽത്തൊഴുത്തിൽ പുല്ലുമേഞ്ഞ ഭാഗത്ത് അവൻ കിടക്കേണ്ടി വന്നു, അവന് ജനിക്കേണ്ടി വന്നു എന്നുള്ളത് നാം മറക്കരുത്. ആയതുകൊണ്ട് നമ്മുടെ കണ്ണുകളിൽ, നമ്മുടെ കാതുകളിൽ, നമ്മുടെ ഹൃദയത്തിൽ ഈ ഒരു വലിയ സ്പന്ദനം ഉണ്ടാകട്ടെ. ഒന്ന് കിടന്നുറങ്ങാൻ ഇടമില്ലാത്തവരെ ഓർക്കണം. ഒരു ഭവനമില്ലാതെ വിഷമിക്കുന്നവരെ ഓർക്കണം. ഒരു തുണ്ട് വസ്തുവില്ലാതെ വിഷമിക്കുന്നവരെ ഓർക്കണം. ഒന്ന് കയറി ചെല്ലാൻ സാധിക്കാത്ത വിധം അവഗണനയോടെ കഴിയുന്നവരെ, പൂർണ്ണമായും തരം താഴ്ത്തപ്പെടുന്ന, പരിഹസിക്കപ്പെട്ട, നിന്ദിക്കപ്പെട്ട, പുറന്തള്ളപ്പെടുന്ന, അവഗണിക്കപ്പെടുന്നവരുടെ മുഖം നമ്മൾ ഒരിക്കലും മറക്കരുത്. ഈ ക്രിസ്മസ് അതിനുള്ള ദിനമാണ്. അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഇകഴ്ത്തപ്പെടുന്ന, താഴ്ത്തപ്പെടുന്ന, അവഗണിക്കപ്പെടുന്ന, പരിഹസിക്കപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നീ ഓർക്കണമെന്ന്. അത് മാത്രമല്ല, ഒന്ന് കിടന്നുറങ്ങാൻ, ഒരു ഭവനം വയ്ക്കാൻ സാധിക്കാതെ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനെ ഓർക്കണം. ഒരു തുണ്ട് വസ്തുവില്ലാതെ വിഷമിക്കുന്നെങ്കിൽ അവനെ ഓർക്കണം. അവനെ ഓർക്കാൻ ഈ പുൽക്കൂട്ടിലെ ഈശോ നിന്നെ സഹായിക്കണം. അവൻ്റെ പിള്ളക്കച്ചകൾ കാണുമ്പോൾ, അവൻ്റെ പൊതിഞ്ഞിരിക്കുന്ന പിള്ളക്കച്ച കാണുമ്പോൾ വസ്ത്രമില്ലാതെ ഈ മക്കളെ ഓർക്കണം. ഒരു നേരം സുഭിക്ഷമായി ഒന്ന് കഴിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും സാധിക്കാത്ത മക്കൾ ഇന്നും നമ്മുടെ ഇടയിലുണ്ട്. നമ്മൾ അവരെ മറക്കരുത്. ഒരുപക്ഷെ ഈ ക്രിസ്തുമസൊക്കെ നമുക്ക് നന്നായി സുഭിക്ഷമായി ഭക്ഷിക്കാൻ ദൈവം തന്നതനുസരിച്ച് നമ്മൾ ആവോളം നമ്മുടെ തീന്മേശയിൽ നിറച്ചു വെച്ച് നമ്മൾ കഴിക്കുമ്പോൾ, ആ ചോറ് കൈകൊണ്ടെടുക്കുമ്പോൾ ഇത് കഴിക്കാനില്ലാതെ വിഷമിക്കുന്ന മക്കളെ ഒന്ന് ഓർക്കാൻ സാധിക്കണം. ഇങ്ങനെ നമ്മുടെ വായിലേക്ക് കയ്യിൽ എടുക്കുമ്പോൾ അങ്ങനെ കഴിക്കാൻ ഒരു നേരം ഇല്ലാതെ വിഷമിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ്റെ നേരെ കൈ ഒന്ന് നീളാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ഈ തിരുനാളിൽ രണ്ടു കൂട്ടം കാര്യങ്ങൾ മറക്കരുത്. അവരെന്നെ ഓർക്കണം. നിന്റെ അയൽപക്കത്തോ നിന്റെ ദേശത്തോ ഇപ്രകാരം പട്ടിണിയിൽ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ, അവൻ്റെ അടുത്തേക്ക് ഓടിയെത്താൻ നിനക്ക് സാധിക്കണം. ഇപ്രകാരം ഒരു ഗതിയും ഇല്ലാത്ത വിധം വിഷമിക്കുന്നവരുണ്ടോ, രോഗാവസ്ഥയിലായിരിക്കുന്നുണ്ടോ, അവനെയൊന്നും ഓർക്കണം. നിന്റെ സുഭിക്ഷതയിൽ
നീയും നിന്റെ കുഞ്ഞുങ്ങളും മാത്രമടങ്ങുന്ന ആ സ്വകാര്യതയിൽ സ്വാർത്ഥത കൊണ്ട് മൂടിവെച്ച് നീ തന്നെ പൊതിഞ്ഞു വെച്ച് അധികം വരുന്ന ഭക്ഷണം കുഴിച്ചിടുമ്പോൾ ഓർക്കുക, ഇത് കഴിക്കാൻ ഇല്ലാതെ വിഷമിച്ച കുറേ കുടുംബങ്ങൾ ഇന്നുമുണ്ട്. നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ എല്ലാം സുഭിക്ഷമെന്ന് തോന്നുമെങ്കിലും ഇല്ലാതെ കഴിയുന്ന കുഞ്ഞുങ്ങളുണ്ട്. വിശപ്പ് അടക്കി അരമുറുക്കി കെട്ടി എല്ലുകൾ ഒന്തി നിൽക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ എത്രയോ കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ഓർക്കാൻ ഈ ദിവസം നിങ്ങളെ സഹായിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുക, ആ പുൽത്തൊഴുത്തിൽ വന്ന ജ്ഞാനികൾ അത് നിസ്സാരക്കാരല്ല, പൂജ രാജാക്കന്മാരാണ്. എന്തും കൊടുക്കാൻ കഴിവുള്ളവരാ, അവരുടെ പ്രാപ്തിക്കനുസരിച്ച് കൊടുക്കാൻ കഴിവുള്ളവരാ. ഈശോയുടെ ആ ജനനം കണ്ടപ്പോൾ, ഈശോയുടെ ആ കിടപ്പ് കാണുമ്പോൾ, ഈശോയുടെ പുൽക്കോടിന്റെ പ്രകൃതം കാണുമ്പോൾ അവർക്ക് വെറും കൈയോടെ തിരിച്ചു പോകാൻ സാധ്യമല്ല. അതുകൊണ്ട് അവർ എന്ത് ചെയ്തു? അവർ അവരുടെ കരങ്ങളിലുള്ള അവർക്ക് കൊടുക്കാൻ പറ്റുന്നതിൻ്റെ ദൈവം അവർക്ക് കനിഞ്ഞു കൊടുത്തിട്ടുള്ള സമ്പത്തിൽ നിന്നും അവർ അവോളം കൊടുക്കാൻ തക്ക വിധം അവർ തയ്യാറായി. ഒരു പൂജരാജാവ് കൊടുത്തത് പൊന്നാണ്. ആ പൂജരാജാവിന് കൊടുക്കാൻ അവകാശമുണ്ട്. കാരണം അവനത് ദൈവം സമർത്ഥമായി കൊടുത്തിട്ടുണ്ട്. കൊടുത്തതിൽ നിന്നും അവൻ പൊന്ന് അവൻ കൊടുക്കുകയാണ്. ഒരുപാട് കൊടുത്തതിൽ നിന്നും അവൻ മൂല്യമുള്ള പൊന്ന് തന്നെ അവൻ കൊടുത്തു. അർഹമായ പരിഗണന, അർഹമായത് കൊടുക്കാൻ പഠിപ്പിക്കുന്ന ദൈവം. നിനക്ക് ദൈവം വാരിക്കോരി തന്നിട്ടുണ്ടെങ്കിൽ നീ ഇന്നലകളിൽ കഴിഞ്ഞതുപോലെ പട്ടിണി പരവട്ടവുമല്ലാതെ ഒരു നേരം സുഭിക്ഷമായി കഴിക്കാൻ ഇന്ന് നിന്റെ തീന്മേശയിൽ വിളമ്പി വെക്കാനുണ്ടെങ്കിൽ നീ അതുപോലെ കൊടുക്കാൻ ബാധ്യസ്ഥനാന്ന് കാണിക്കുന്ന ഏറ്റവും മനോഹരമായ ദൃശ്യമാണ് ആ പൊന്നെടുത്ത് കൊടുക്കുന്ന പൂജരാജാവ്. അവനത് കൊടുക്കേണ്ട കാര്യമില്ല, കർത്താവിന് അതിൻ്റെ ആവശ്യവുമില്ല. എന്നാൽ അവൻ കൊടുത്തത്, അവന് കൊടുത്തതിൽ ഏറ്റവും വിശിഷ്ടമായത് പൊന്ന് തന്നെ കൊടുത്തു. തൊട്ടടുത്ത രാജാവ് പൂജരാജാക്കന്മാർ ഒരാൾ കൊടുക്കുന്നത് മീറ. അവന്റെ സമ്പത്തിൽ ദൈവം കൊടുത്തതനുസരിച്ച് അവൻ കൃത്യമായി ഭാഗിച്ചത് എടുത്തു കൊടുത്തു. മൂന്നാമൻ കൊടുക്കുന്നത് കുന്തിരിക്ക. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ സമൂഹത്തിൽ ഇത് തന്നെയാണ്. ദൈവം ഓരോരുത്തർക്കും വീതം വെച്ച് വിളമ്പിക്കൊടുത്തത് അവന്റെ മക്കളിലൂടെയും തലമുറകളിലൂടെയും ഒക്കെ ലഭിച്ചതിന്റെ അളവിൽ വ്യത്യാസമുണ്ട്. നിനക്കൊരു പക്ഷേ 5 ഏക്കർ കാണും, നിനക്കൊരു പക്ഷേ 3 ഏക്കർ കാണും, മറ്റൊരു 5 സെന്റ് കാണുകയുള്ളൂ. കൊടുക്കുമ്പോൾ നീ അറിഞ്ഞു കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്ന മനസ്സും കരങ്ങളും നിനക്കുണ്ടെങ്കിൽ അതിനെയാണ് പൂജരാജാക്കന്മാരുടെ കാഴ്ചകൾ പോലെ നൈവേദ്യമായ കാഴ്ച അർപ്പണമാകുക. ഈശോ അതിനുവേണ്ടിയാണ് പുൽക്കൂട്ടിൽ ജനിച്ചത്. നിന്നെ കൊണ്ട് കൊടുപ്പിക്കാൻ, നീ കൊടുക്കാൻ ബാധ്യസ്ഥനാണെന്ന്, നീ കൊടുക്കാതെ മാറ്റിവെക്കാൻ പാടില്ലെന്ന് നിന്നെ പഠിപ്പിക്കാൻ ഇതിൽ പരം മറ്റൊരു പാഠമില്ല. അതുകൊണ്ട് ഈശോ പുൽക്കൂട്ടിൽ തന്നെ വന്ന് ജനിച്ച് നിന്നെ ഈ പാഠം പഠിപ്പിക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ദിവസം അനുഗ്രഹമാകട്ടെ. നീ ഒരിക്കലും ഒന്നും പൊതിഞ്ഞു വെക്കണ്ട. പൊതിഞ്ഞു വെച്ചതിൽ നിന്നും മൂല്യമേത് ദൈവത്തിനെ കൊടുക്കാൻ കരമൊന്നെടുത്ത് ആ കരങ്ങളെ ദൈവം വാഴ്ത്തി അനുഗ്രഹിച്ച് തലമുറകൾക്ക് അനുഗ്രഹമായ കരങ്ങളായി ജീവിതമായത് മാറും. നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുമസ് അനുഗ്രഹമാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം.